നമ്മൾ ചക്ക കൊടുക്കാറുണ്ടോ ചക്ക പീസ് അടിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം മാറ്റി പിന്നെ ഇത് ഒരു കുറച്ച് കൂടുതലാണ് തേങ്ങ ചേർന്ന് കൂടുതൽ എടുക്കണം അതിന് ആവശ്യം പിന്നെ ഒരു പിഞ്ചി കുറച്ച് മതി ഇത് ചെയ്തിട്ടുണ്ടോ പിന്നെ ഗ്ലാസ് ഇത് എല്ലാം ഇതെല്ലാം ചക്ക ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് വെക്കണം പിന്നെ ആവശ്യത്തിന് പിന്നെ ജീരകം ഒരു 2 ടീസ്പൂൺ പിന്നെ ആവശ്യത്തിന് കൂടി ഒരു 2 പീസ് നമ്മൾ കഴിക്കണം നമ്മൾ അരച്ചെടുക്കണം ഇഞ്ചി ഇളക്കിയിടാം തേങ്ങ ചെത്തി കൂടി നല്ല സോഫ്റ്റ് ജ്യൂസ് ആയിട്ട് വേണമെങ്കിൽ നമ്മൾ കുറേ നേരം പോകും അവിടെ അങ്ങനെ കഴിക്കാൻ പറ്റും ജ്യൂസ് ആയിട്ട് കൂടുതൽ നല്ല ടേസ്റ്റ് ആണ് പക്ഷേ സൂപ്പർ അപ്പം നമ്മളിന്നിവിടെ ചക്കപ്പൊടി കൊണ്ടാക്കാൻ പോകണ്ടോ അപ്പം ചക്ക പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് പഴുത്ത ചക്കേൻ്റെ വാടിപ്പഴുത്താന്ന് തോന്നുന്നത് പിന്നെ ഇത് ഒരു കുറച്ച് ചക്കക്കുരു കൂടി അതിൻ്റെ കൂട്ടത്തിലിടുകയാണ് പിന്നെ തേങ്ങ അരച്ച് ചേർക്കണം കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട് എരിവിനാവശ്യമായ പച്ചമുളക് പിന്നെ ഒരു 3-4 വെളുത്തുള്ളി അല്ലി കുറച്ച് ചുവന്നുള്ളി ഒരു പീസ് ഇഞ്ചി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് ജീരകം ചെറിയ ജീരകം ഉണ്ടോ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഇത് നമ്മൾ ചക്ക പുഴുങ്ങാൻ നേരത്ത് അതിനകത്ത് ഒഴിക്കേണ്ടത് അപ്പം ആദ്യമേ നമ്മൾ ഇതെല്ലാം ഈ കുക്കറിലേക്ക് ഇടാൻ പോവാണ് നമ്മൾ ചക്ക മുഴുവൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട് ചക്കക്കുരു ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് തികച്ച് ഒഴിച്ചില്ല ഇത്രയും ബാക്കിയുണ്ട് കേട്ടോ അപ്പം അത്രയും വെള്ളം ഒഴിക്കുക കാരണം ചക്ക കുറവായതുകൊണ്ട് അത്രയും ഒഴിച്ചാൽ മതി പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ ഈ ജീരകം ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒരു 2 വിസിൽ വരുന്നവരെ നമ്മൾ വേവിക്കാൻ പോകണം അതുകൊണ്ട് നമ്മൾ ഇതിലേക്കുള്ള അരപ്പ് അരച്ചെടുക്കുകയാണ് അപ്പോൾ നാം പറഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ജാറിനകത്ത് ഇട്ടിട്ടുണ്ട് ഒരു പൊടിക്ക് ഉപ്പിട്ടാൽ മതി കാരണം നമ്മൾ ചക്കപ്പുഴിക്കലോ അതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ടല്ലോ പിന്നെ വേണമെങ്കിൽ പിന്നെ ഇട്ടാൽ മതി ഒരു പൊടിക്ക് ഉപ്പിട്ടിട്ട് ഇതിലേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഒരു കുറച്ച് ജീരകം കൂടി ഇട്ടേര് നല്ലതാണ് പിന്നെ നമ്മളിത് അടിച്ചെടുക്കാൻ പോകണേ അപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ സെറ്റായിട്ട് വെന്തിട്ടുണ്ട് കുരുവൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിലേക്ക് അരച്ച് വെച്ച ഈ അരപ്പ് ഇത് ചേർക്കുകയാണ് കേട്ടോ നമ്മൾ ഇനി ഇത് ശരിക്കും ഇളക്കി എടുക്കണം തേങ്ങ അരച്ച് ഇച്ചിരി കൂടുതൽ ചേർത്തിട്ടുണ്ട് ഇളക്കി കഴിയുമ്പോൾ സെറ്റാവും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ല നിങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ട് ജ്യൂസി ആയിട്ടാണ് ഇത് വേണമെങ്കിൽ നന്നായിട്ട് കുറേ നേരം ഇളക്കി കൊടുത്തു കഴിയുമ്പം ആവും കേട്ടോ ഞാൻ ഇളക്കി കഴിഞ്ഞിട്ട് കാണിക്കാവേ അപ്പോൾ അതേ നല്ല ജ്യൂസി ആയിട്ടുള്ള ചക്കപ്പുഴുക്ക് നല്ല മഞ്ഞ കളറിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ലൈറ്റ് പച്ച പോലത്തെ കളറിൽ ഒരു കൂടുതൽ തേങ്ങയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ഇത് കഴിച്ച് നോക്കിയാൽ സൂപ്പർ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ശരി എല്ലാരും അവരവരായി ബിസി അങ്ങനെ ആയിപ്പോ അത് പോസ്റ്റർ വാങ്ങിയപ്പോ എനിക്ക് മെസ്സേജ് വന്നിട്ട് അത് സത്യം നാട്ടിലുള്ള ആൾക്കാരൊക്കെ മെസ്സേജ് ഇങ്ങനെ കൊറേ ചെറുപ്പം തൊട്ടിട്ട് തന്നെ കുറെ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ കയറും ചോദിച്ച് നടന്നിട്ടുള്ളതാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് മൂവി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ഗ്യാപ്പ് വെച്ചിട്ട് എന്തെങ്കിലും സംസാരിക്കും